നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു പൈൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന, നിങ്ങൾക്കൊരു മോശം വന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ചും അത് ആരാണെന്നുമാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 2 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഇനി നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 1ാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങളുടെ ഒരു എനർജിയായിട്ട് കാണുന്നത് നിങ്ങൾ വളരെ ശക്തരായിട്ടുള്ള ആളുകളാണ്. അതായത് സ്വന്തം വഴി തിരഞ്ഞെടുക്കാനും അതിലൂടെ ധൈര്യത്തോടെ മുന്നോട്ട് പോവാനും ശ്രമിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ്. അതുപോലെ ഉറച്ച മനസ്സിന് ഉടമകളാണ് നിങ്ങൾ, ഉത്തരവാദിത്തമുള്ളവരാണ്. ഇവിടെ നിങ്ങൾ ഏത് കാര്യത്തിന് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അവിടെ വികാരത്തേക്കാൾ കൂടുതൽ നിങ്ങൾ ബുദ്ധിക്കാണ് പ്രാധാന്യം നൽകാറുള്ളത്. അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളൊരു ഗൗരവമുള്ള, കുറച്ച് കടുപ്പമുള്ള ആളാണെന്ന് തോന്നാം. പക്ഷേ ശരിക്കും നിങ്ങൾ മറ്റുള്ളവരോട് സ്നേഹവും കരുതലുമൊക്കെയുള്ള ആളുകളാണ്. മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കും അവരുടെ നല്ലതിനും വേണ്ടിയാണ് നിങ്ങൾ ഓരോ കാര്യവും ചെയ്യുന്നത്. പക്ഷേ മറ്റുള്ളവർ അത് പലപ്പോഴും മനസ്സിലാക്കാറില്ല. അവർ പലപ്പോഴും നിങ്ങളെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനുമാണ് ശ്രമിക്കാറുള്ളത്. ഇവിടെ നിങ്ങളുടെ കഴിവിലും നിങ്ങളുടെ വളർച്ചയിലും വളരെയധികം ഇഷ്ടക്കേടുള്ള, അല്ലെങ്കിൽ അതുമൂലം നിങ്ങളോട് ഒരു ശത്രുത മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടെന്നാണ് കാണുന്നത്. അത് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലുള്ള, നിങ്ങളോട് വളരെ അടുത്ത ബന്ധമുള്ള ആളാവാം. ഇവിടെ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു വിരോധത്തെ ഒരിക്കലും നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് പ്രകടിപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടില്ല. കാരണം നിങ്ങളെ അവർ വളരെയധികം ഭയപ്പെടുന്നുണ്ട്. മറ്റുള്ളവർ ഒരു ഭയത്തോടെയും ബഹുമാനത്തോടെയും കാണുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത്. അതിനാൽ തന്നെ ഇവിടെ ശത്രുക്കൾക്കൊരിക്കലും നിങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ കാണാതെ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് വളരെ മോശം രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് മുന്നിൽ അവർ എപ്പോഴും സ്നേഹത്തോടെയും നിങ്ങളെ പിന്തുണച്ചുമാണ് നിൽക്കാറുള്ളത്. കാരണം അവർ നിങ്ങളെ വളരെയധികം ഭയപ്പെടുന്നുണ്ട്. നിങ്ങളെ എതിർത്ത് നിൽക്കാനുള്ള ഒരു ധൈര്യം അവർക്ക് ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വളരെ ശക്തരായിട്ടുള്ള ആളുകളാണ്. നിങ്ങളുടെ ആ ഒരു ശക്തി തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷണവും. അതിനാൽ തന്നെ ശത്രുക്കൾക്ക് ഒരിക്കലും നിങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ വളരെയധികം ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ്. ആ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതും. ഇവിടെ നിങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ ജീവിതം മാറാതെ വരുമ്പോൾ അവർ സ്വയം അവരുടെ ശത്രുത അവസാനിപ്പിച്ച് പോകുന്നതാണ്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ 1ാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇനി 2ാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് പ്രപഞ്ചം എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങളുടെ ഒരു എനർജിയായിട്ട് കാണുന്നത് നിങ്ങൾ മനോബലം വളരെ കുറവുള്ള വ്യക്തികളാണെന്നാണ്. അതായത് ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ തളർത്തിക്കളയാറുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും താങ്ങാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ഇല്ലെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ
എന്നെ ആരും മനസ്സിലാക്കാനില്ല എന്ന ഒരു തോന്നൽ നിങ്ങളിൽ എപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. നിങ്ങളെപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോകത്ത് ഒതുങ്ങിക്കൂടാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ സ്നേഹവും കരുതലുമൊക്കെ നിങ്ങളിൽ വളരെയധികം കൂടുതലായിട്ടുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച ചില വേദനകളും നഷ്ടങ്ങളുമൊക്കെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞ് കിടക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിനാൽ തന്നെ മുന്നോട്ടുള്ള ജീവിതത്തെക്കാൾ കൂടുതൽ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ചാണ്. കൂടാതെ മറ്റുള്ളവരോട് മനസ്സ് തുറക്കാനും നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചോദിക്കാനുമൊക്കെ ഒരു മടിയുള്ള കൂട്ടത്തിലാണ് നിങ്ങൾ പൊതുവേ ഉള്ളത്. ഇവിടെ നിങ്ങളുടെ ശത്രു എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും നിങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു ആളല്ല, മറിച്ച് നിങ്ങളുമായിട്ട് എന്തിനും ഏതിനും മത്സരിക്കുന്ന, നിങ്ങളുടെ നേർക്ക് നേർ നിന്ന് നിങ്ങളോട് മോശം രീതിയിൽ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ആളാണെന്നാണ് കാണുന്നത്. ഈ വ്യക്തി മൂലം നിങ്ങൾ വളരെയധികം മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇവിടെ നിങ്ങളെന്ന വ്യക്തിക്ക് ചെറിയ കാര്യങ്ങളെപ്പോലും താങ്ങാനുള്ള അല്ലെങ്കിൽ ഒരു മോശം നോട്ടം പോലും നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുമെന്ന് അവർക്ക് അറിയാവുന്നതാണ്. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് പല രീതിയിലും അവർ നിങ്ങളെ വേദനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ അവർ ചെയ്യുന്ന ദ്രോഹത്തിന് അതേ രീതിയിൽ തന്നെ തിരിച്ച് മറുപടി കൊടുക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ കർമ്മയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അവർ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ കർമ്മ തിരിച്ചടി നൽകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു സന്ദേശം തന്നെയാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുടെ എനർജി നിങ്ങളെ വിട്ട് പോകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള സമയങ്ങളിൽ കണ്ടറിയാനായിട്ട് സാധിക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും കർമ്മ അവർക്ക് നൽകുന്ന തിരിച്ചടിയിൽ നിന്നും അവർ പലതും മനസ്സിലാക്കി മാറാനായിട്ട് ശ്രമിക്കുന്നതാവാം. എന്തായാലും ഇവിടെ ആ വ്യക്തി മൂലം നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ അധികകാലം നീണ്ടു നിൽക്കില്ല എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതം സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.